ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 7th സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃതീയ പാഠ മിത്രായ നമഃ എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പം നമുക്കിനി അടുത്തത് എടുക്കാം. പേജ് നമ്പർ 33യിൽ മുകളിൽ പാഠാത് സമുചിതം പദം ചിത്വാ അധഃ റിക്തസ്ഥാനാനി പൂരയന്തു. പാഠത്തിൽ നിന്ന് ഫ്രം ദ ലെസൺ. സമുചിതം പദം ചിത്വ, ഉചിതമായ സൂട്ടബിൾ വേർഡ്സ് എടുത്തിട്ട് അധ റിക്തസ്ഥാനാനി, അധ താഴെയുള്ള റിക്തസ്ഥാനാനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇവിടെ കൊടുത്തില്ലേ, അവിടെ പൂരയന്തു പൂരിപ്പിക്കൂ എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ ഞാനിവിടെ എഴുതിയിരിക്കുന്ന റിക്തസ്ഥാനാനി പൂരയന്തു എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നോക്കാം. ആദ്യത്തത് പ്രത്യേകസ്മാത് ഡാഷ് പൂർവം ഏകഃ മന്ത്രഃ ഭവതി. പൂർവം എന്ന് പറഞ്ഞാൽ മുമ്പ്, അതിന് മുമ്പൊരു മന്ത്രമുണ്ടെന്ന് പറഞ്ഞു. അത് ഏത് മന്ത്രമാണ്? സൂര്യ നമസ്കാരമല്ലേ. അപ്പോൾ അതെങ്ങനെ എഴുതും? അത് പ്രത്യേകസ്മാത്. അപ്പോൾ അവിടെ പഞ്ചമി വന്നതുകൊണ്ട് സൂര്യ നമസ്കാരം എന്നുള്ളതിൻ്റെയും പഞ്ചമി എഴുതണം. അപ്പോൾ പ്രത്യേകസ്മാത് സൂര്യ നമസ്കാരാത് പൂർവം, സൂര്യ നമസ്കാരാത് എന്ന് എഴുതണം. സൂര്യ നമസ്കാരാത്. സൂര്യ നമസ്കാരാത് എന്ന് വരും. നമസ്കാരാത് പൂർവം ഏകഃ മന്ത്രഃ ഭവതി. അടുത്തത് നമ്മൾ പ്രതിദിനം ഡെയിലി ഡാഷ് കരവാമ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? എന്താണ് ചെയ്യുന്നത്? സൂര്യ നമസ്കാരമല്ലേ. അപ്പം സൂര്യ നമസ്കാരം കരവാമ. സൂര്യ നമസ്കാരം കരവാമ. അടുത്തത് തേർഡ് വൺ സ്വസ്ഥം ഡാഷ് ച പ്രാപ്തവാമ. സ്വസ്ഥം ഡാഷ്, സ്വസ്ഥം എന്താണെന്ന് പറഞ്ഞാൽ സ്വസ്ഥം ശരീരമാണ്. പിന്നെ അടുത്ത സ്വസ്ഥം ഡാഷ് എന്താന്ന് മനഃ ച പ്രാപ്നവാമ. സ്വസ്ഥം ശരീരം, സ്വസ്ഥം മനഃ. അടുത്തത് ഏകേന ഡാഷ് സൂര്യ നമസ്കാരസ്യ ബഹൂനി പ്രയോജനാനി വദാമി. ഏകേന ഡാഷ്, ഏകേന ശ്ലോകേണ, ഒരു ശ്ലോകത്താൽ, ഒരു ശ്ലോകം കൊണ്ട് സൂര്യ നമസ്കാരസ്യ ബഹൂനി പ്രയോജനാനി, സൂര്യ നമസ്കാരത്തിൻ്റെ പ്രയോജനങ്ങൾ പറയുന്നു. അപ്പം ശ്ലോകേന, ഒരു ശ്ലോകത്താൽ. തൃതീയാണ് വന്നിരിക്കുന്നത്. ശ്ലോകേന, ഏകേന ശ്ലോകേന ബഹൂനി സൂര്യ നമസ്കാരസ്യ ബഹൂനി പ്രയോജനാനി വദാമി. അത് ആദിത്യസ്യ ഡാഷ് യേ കുർവന്തി ദിനേ ദിനേ. ആദിത്യസ്യ ഡാഷ്, ആദിത്യൻ്റെ ഡാഷ് യേ കുർവന്തി, ആര് ചെയ്യുന്നു? ദിനം ദിനം. അത് എപ്പോൾ, എന്താണ്? ആദിത്യസ്യ നമസ്കാരങ്ങളെ, ആദിത്യസ്യ നമസ്കാരാൻ യേ കുർവന്തി. ആദിത്യ നമസ്കാരത്തെ യേ കുർവന്തി, ആര് ചെയ്യുന്നു? അടുത്തതിൻ്റെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 33 തന്നെ അടുത്ത ക്വസ്റ്റ്യൻ. അഥോ ലിഖിതാനി ശബ്ദരൂപാണി പഠന്തു അവഗച്ഛന്തു ച. അഥോ ലിഖിതാനി, താഴെ കൊടുത്തിരിക്കുന്ന ശബ്ദരൂപങ്ങൾ പഠന്തു വായിക്കൂ, അവഗച്ഛന്തു മനസ്സിലാക്കൂ എന്നാണ്. അവിടെ കോളത്തിൽ കുറേ കൊടുത്തിട്ടുണ്ട്.
ആദ്യം കൊടുത്തപ്പോൾ ലിംഗം ഏത് ലിംഗമാണ്, പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ നംസലിംഗമാണോ എന്നുള്ള ആദ്യത്തത് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ശബ്ദം എന്ത് ശബ്ദമാണ്. അടുത്തത് ഏകവചനം, ദ്വിവചനം, ബഹുവചനം കൊടുത്തിട്ടുണ്ട്. ഏതിൻ്റെ? ചതുർത്ഥി വിഭക്തി. നമ്മൾ ഈ ലെസണിൽ ചതുർത്ഥി വിഭക്തിയല്ലേ പഠിച്ചത്. ഇപ്പോൾ ബാലശബ്ദമാണ് ബാലായ, ബാലാഭ്യ, ബാലേഭ്യ. അത് അകാരാന്തമാണ്. അതുപോലെ ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് അകാരാന്ത പുല്ലിംഗ ശബ്ദം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ശബ്ദമാണ് ഛാത്ര, ഛാത്ര ശബ്ദം, സ്റ്റുഡൻറ്റ്. അപ്പം അത് ഹീ സ്റ്റുഡൻ്റാണ്. അപ്പം പുല്ലിംഗമാണ് അല്ലേ. അപ്പം അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ, ടെക്സ്റ്റിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഛാത്രഹ എന്ന് പറയുമ്പോൾ ഛാത്രഹ, അതിൻ്റെ ഏകവചനം ഛാത്രായ, പിന്നെ ചതുർത്ഥി വന്നില്ലേ, ദ്വിവചനം ഛാത്രാഭ്യ, ബഹുവചനം ഛാത്രേഭ്യ. അത് അവിടെ ഉണ്ട്, ഛാത്രായ, ഛാത്രാഭ്യ, ഛാത്രേഭ്യ. അത് പുല്ലിംഗമാണ്. അടുത്തത് നായക, നായക എന്നുള്ളത് എന്താണ്? പുല്ലിംഗമാണ്. അത് മറ്റതുപോലെ തന്നെയാണ്. എങ്ങനെ? നായകായ, നായകാഭ്യാം, നായകേഭ്യ. അത് കഴിഞ്ഞിട്ട് ആദിത്യ, ആദിത്യ സൂര്യൻ എന്നുള്ള അർത്ഥമല്ലേ, ആദിത്യ. അതും അകാരാന്ത പുല്ലിംഗ ശബ്ദമാണ്. ആദിത്യായ, ആദിത്യാഭ്യാം, ആദിത്യേഭ്യ. ഇത് ഇത്രയും പുല്ലിംഗ ശബ്ദമാണ്. അപ്പോൾ അത് ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഗജശബ്ദമാണെങ്കിൽ ഗജായ, ഗജാഭ്യ, ഗജേഭ്യ. മനസ്സിലായില്ലേ? ഇങ്ങനെ ഈ രീതിയിലാണ് വരുന്നത്. അടുത്ത് വന്നിട്ട് ആകാരാന്തമാണ്. അത് സ്ത്രീലിംഗ ശബ്ദം, ആകാരാന്ത. അതിൻ്റെ ഉദാഹരണം ആചാര്യ, ആചാര്യ സ്ത്രീലിംഗമല്ലേ, ആചാര്യ. അതിൻ്റെ പിന്നെ ചതുർത്ഥി ഏകവചനം എങ്ങനെ വരും? ആചാര്യായേ, ആചാര്യായേ. ഇവിടെ മറ്റതൊക്കെ ആദിത്യായ അങ്ങനെയാണ് വന്നത്. ഇത് ആചാര്യായൈ, ഐ ആയിട്ടിട്ട് ആചാര്യായൈ, ആചാര്യാഭ്യാം, ആചാര്യാഭ്യ, ആചാര്യായൈ, ആചാര്യാഭ്യാം, ആചാര്യാഭ്യ. മറ്റതെല്ലാം നായകേഭ്യ. ഇത് ആഭ്യ എന്നുള്ള അർത്ഥത്തിൽ. അടുത്ത ആകാരാന്ത സ്ത്രീലിംഗം എന്തോ? യോഗിത. ഒരു പേര് വന്നില്ലേ, യോഗിത. അപ്പോൾ അതിൻ്റെ എങ്ങനെ വരും? ഇതുപോലെ യോഗിതായൈ. ഏകവചനം വന്നപ്പോൾ യോഗിതായൈ. ഏതാണ്? ചതുർത്ഥിയാണ്. യോഗിതായൈ. ദ്വിവചനം യോഗിതാഭ്യാം, ബഹുവചനം യോഗിതാഭ്യ. ഇനി അടുത്തത് ബാലിക, പെൺകുട്ടി എന്നുള്ള അർത്ഥം, ഗേൾ എന്നുള്ള അർത്ഥത്തിൽ. അപ്പം ബാലിക ഇതുപോലെ വരും. ബാലികായൈ, ബാലികാഭ്യാം, ബാലികാഭ്യ. പിന്നെ വേറെ എന്താണ്? ഛാത്ര, ഛാത്ര ഷീ സ്റ്റുഡൻറ്റ്. ഛാത്രായൈ, ഛാത്രാഭ്യാം, ഛാത്രാഭ്യ. വിദ്യ, വിദ്യായൈ, വിദ്യാഭ്യാം, വിദ്യാഭ്യ. പിന്നെ ലത, ലതായൈ, ലതാഭ്യാം, ലതാഭ്യ. അപ്പോൾ അത് ആകാരാന്തം. ഇനി അടുത്ത നമുക്ക് ഈ ഈകാരാന്തം നോക്കാം. ഈകാരാന്തം വന്നപ്പോൾ ശാലിനി ആദ്യം കൊടുത്തിട്ടുണ്ട്. ശാലിനി എന്നൊരു ഈ ശാലിനി എന്ന് പറയുമ്പോൾ ഈ അവസാനിക്കുന്ന ഈ ഇല്ലേ. അപ്പോൾ അതെങ്ങനെ വരും? ശാലിന്യൈ. അത് മറ്റേതുപോലെ തന്നെ വരുന്നു അല്ലേ. ശാലിന്യൈ, ശാലിനീഭ്യാം, ശാലിനീഭ്യ. അടുത്തത് നദീ, നദീ ശബ്ദം. അത് ഈകാരാന്തമാണ്. നദ്യൈ, നദീഭ്യാം, നദീഭ്യ. പിന്നെ ഭഗിനി, ഭഗിനി സിസ്റ്റർ, ഭഗിനി. അതും ദീർഘമല്ലേ, ഈകാരാന്തം. ഭഗിന്യൈ, ഭഗിനീഭ്യാം, ഭഗിനീഭ്യ. പിന്നെ വേറെ ഏതുണ്ട്? രജനി, രജനി എന്ന് പറഞ്ഞാൽ നൈറ്റ്. രജനി, രജന്യൈ, രജനീഭ്യാം, രജനീഭ്യ. പിന്നെ കുമാരി എന്നൊരു ശബ്ദം. കുമാര്യൈ, കുമാരീഭ്യാം, കുമാരീഭ്യ. അപ്പോൾ അത് സ്ത്രീലിംഗ ശബ്ദം, ആകാരാന്തം. അടുത്തത് അകാരാന്തം നപുംസകലിംഗം. നപുംസകലിംഗം വന്നപ്പോൾ ആസന, ആസനം എന്നാണ് ശരിക്കും നപുംസകലിംഗത്തിൽ വരുന്നത്. അപ്പോൾ അവിടെ അതെപ്പോഴും പുല്ലിംഗം പോലെ തന്നെയായിരിക്കും. അകാരാന്ത നപുംസകലിംഗം പ്രഥമ വിഭക്തിയും ദ്വിതീയ വിഭക്തിയും ഒഴിച്ച് ബാക്കി തൃതീയ മുതലെല്ലാം പുല്ലിംഗം പോലെയാണ് വരുന്നത്. പുല്ലിംഗത്തിൽ എങ്ങനെയാണ് വന്നത്? മറ്റത് നായകനോ, നായകായ, നായകാഭ്യ, നായകേഭ്യ. അതുപോലെ ഇപ്പോൾ ഇതെങ്ങനെ വരും? ആസനായ, ആസനാഭ്യാം, ആസനേഭ്യ. അതുപോലെയല്ലേ വന്നത്. അത് കഴിഞ്ഞിട്ട് ഭോജനം എന്നുള്ള ഭോജനം പറയുന്ന ഭോജനമാണ്. ഭോജനം, ഭോജനേ, ഭോജനാനി. അതിൻ്റെ ചതുർത്ഥി ഭോജനായ, ഭോജനാഭ്യ,
ഭോജനേഭ്യ പുല്ലിംഗം പോലെ. പിന്നെ ഫലം ഫലം എങ്ങനെ വന്നു? ഫലായ ഫലാഭ്യം ഫലേഭ്യ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ കുറച്ച് മാത്രമേ വ്യത്യാസമുള്ളൂ മറ്റത് വരുന്നത്. അത് ശ്രദ്ധിച്ചിരുന്നാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 34 കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതം അവധേയം, ഇത് ശ്രദ്ധിക്കുക. നോക്കൂ, നമഃ ഞാൻ പഠിപ്പിച്ചും പറഞ്ഞു. നമഃ ശബ്ദസ്യ യോഗേ ചതുർത്ഥി വിഭക്തി ഭവതി. നമ എന്നൊരു ശബ്ദത്തിനോടൊപ്പം എപ്പോഴും എന്തേ വരുള്ളൂ? ചതുർത്ഥി വിഭക്തിയെ വരുള്ളൂ. യഥാ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു, നോക്കിക്കോളൂ. ഭാസ്കരായ നമഃ. ഭാസ്കരായ ചതുർത്ഥി വിഭക്തിയല്ലേ? ഭാസ്കര ശബ്ദത്തിൻ്റെ ചതുർത്ഥിയാണ് ഭാസ്കരായ. അത് നേരത്തെ പഠിച്ചു. മിത്രായ നമഃ, അർക്കായ നമഃ. മനസ്സിലായില്ലേ? അതുപോലെ ഇവിടെ താഴെ കൊടുത്ത പാഠേ വിദ്യമാനാനാം നമഃ യുക്തശബ്ദാനാം സംഗ്രഹ കൃത്വ ലിഖന്തു. നമഃ ചേർത്ത് ആ ചതുർത്ഥി വിഭക്തിയുള്ളത് എഴുതണം. കുറേ നിങ്ങൾ ഞാൻ അവിടെ എഴുതി തരാം. നിങ്ങൾ കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല. ഒന്നാമത്തത് ഭാനവേ നമഃ. അത് പ്രശ്നത്തുണ്ട്. ഭാനവേ എന്നുള്ളത് ഭാനു ശബ്ദം എന്താണ്? ഉകാരാന്തമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഭാനവേ നമഃ. ഭാനുവിനായിക്കൊണ്ട് നമസ്കാരം. ഇനി ഖഗ ശബ്ദമാണെങ്കിലും ഖഗഹ ബേർഡെന്നും പറയാം. പിന്നെ നമ്മുടെ സൂര്യന് പര്യായമായിട്ട് വരുന്നത്. അപ്പം ഖഗായ, ഖഗ എന്നുള്ളത് പുല്ലിംഗമാണ്. അപ്പം ഖഗായ നമഃ. ഖഗായ നമഃ. ഇനി ഒന്ന് സൂര്യൻ്റെ വേറെ ഉണ്ടല്ലോ, പൂഷ ശബ്ദം. അപ്പോൾ പൂഷ്ണേ നമഃ. ടെക്സ്റ്റിനകത്തുണ്ട് അതൊക്കെ. പൂഷ്ണേ നമഃ. സൂര്യനായി പൂഷ്ണേ നമഃ. പിന്നെ എന്തുവാണ് പര്യായം? ഹിരണ്യഗർഭ അല്ലേ? അപ്പം ഹിരണ്യഗർഭായ നമഃ. ഹിരണ്യഗർഭായ നമഃ. അടുത്ത മരീചി എന്നൊരു വാക്ക് വന്നില്ലേ? അപ്പം മരീചി എന്ന് പറഞ്ഞാലും സൂര്യനാണ്. മരീചയേ നമഃ. പിന്നെ ആദിത്യായ നമഃ. സൂര്യൻ്റെ പര്യായമാണ് ആദിത്യായ. ആദിത്യായ നമഃ. ആദിത്യായ നമഃ. പിന്നെ സവിതൃ ശബ്ദം വന്നു. അപ്പോൾ സവിത്രേ നമഃ. സവിത്രേ നമഃ. സവിത്രേ നമഃ. പിന്നെ അർക്ക ശബ്ദം വന്നില്ലേ? അർക്കായ നമഃ. അർക്കായ നമഃ. അർക്കായ നമഃ. പിന്നെ ഭാസ്കരായ നമഃ. ഭാസ്കരായ നമഃ. ഭാസ്കരായ നമഃ. രവയേ നമഃ. രവേ വന്നില്ലല്ലോ. രവയേ നമഃ. രവയേ നമഃ. ഇനി ഒന്നും കൂടിയേ ഉള്ളൂ. പിന്നെ ആ സൂര്യനെ തന്നെ എഴുതാമല്ലോ. സൂര്യായ നമഃ.
സൂര്യായ നമഃ. അപ്പോൾ ഇത്രയാണ് ഇത്രയും സൂര്യൻ്റെ പര്യായപദങ്ങളാണ്. അത് വെച്ച് നമ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ചതുർത്ഥി വിഭക്തി വന്നു. അപ്പോൾ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് ധാരാളം. അടുത്ത വേണമെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു പോകാം, എല്ലാം കൂടി ഇല്ല. അടുത്ത പേജ് നമ്പർ 34 താഴെ അടുത്തത്, അതായത് 5th ക്വസ്റ്റ്യൻ. ഉദാഹരണാനുസാരം കോഷ്ടകാത് പദാനി സ്വീകൃത്യ വാക്യാനി രചയന്തു. അത് നിങ്ങൾ എഴുതിയാൽ ഞാൻ പറഞ്ഞു തരാം, എഴുതിയാൽ മതി. ഇവിടെ കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അഗ്നി, ആചാര്യ, ത്രിവർണധ്വജ, ജനക, വൃക്ഷ, ദേവി, ഭഗിനി, മാതാമഹി, ജനനി, പൃഥിവി, നദി, ഇത്രയും ശബ്ദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ച് നിങ്ങൾ ചതുർത്ഥി വിഭക്തിയിൽ നമഃ ചേർത്ത് എഴുതണം. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് അഗ്നയേ നമഃ, അഗ്നിക്കായി നമസ്കാരം. ഒന്നാമത്തെ എന്തെഴുതാം? അഗ്നി എന്നുള്ള ശബ്ദത്തിന് അഗ്നയേ എന്നാണ് ചതുർത്ഥി വിഭക്തി, അഗ്നയേ. അടുത്ത അതുപോലെ ആചാര്യ വരുമ്പോൾ ആകാരാന്തമല്ലേ, അപ്പം ആചാര്യായൈ, ആചാര്യായൈ. അത് ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തത് ടെക്സ്റ്റിനകത്ത് നോക്കിയോളൂ. ഒന്നാമത്തത് അഗ്നയേ നമഃ, അത് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. രണ്ടാമത്തോട്ടാണ് ആചാര്യ. ആചാര്യ എന്ന് പറയുമ്പോഴത്തേക്ക് ആകാരാന്തമാണ് അല്ലേ. അപ്പോൾ ആചാര്യൈ, ആചാര്യാഭ്യാം, ആചാര്യാഭ്യ, അതാണ്. അപ്പോൾ ഇവിടെ ആചാര്യായൈ. ഒന്നാമത്തത് ആചാര്യായൈ. രണ്ടാമത് പറഞ്ഞപ്പോൾ എന്താ? ത്രിവർണധ്വജ, ധ്വജ. ത്രിവർണധ്വജ എന്നുള്ളത് പിന്നെ ആകാരാന്ത ശബ്ദമാണ്. അപ്പം ത്രിവർണധ്വജായ, ത്രിവർണധ്വജായ. ബാക്കി വരുന്ന എങ്ങനെ? ദ്വിവചനം, ബഹുവചനം. ത്രിവർണധ്വജായ, ത്രിവർണധ്വജാഭ്യാം, ത്രിവർണധ്വജേഭ്യ, അകാരാന്തമായതുകൊണ്ട് ധ്വജേഭ്യ. ഇനി ജനക ശബ്ദം. ജനകായ, ജനകാഭ്യാം, ജനകേഭ്യ, അതും അകാരാന്ത പുല്ലിംഗ ശബ്ദമാണ്. വൃക്ഷ ശബ്ദം. വൃക്ഷായ, വൃക്ഷാഭ്യാം, വൃക്ഷേഭ്യ, അതും അകാരാന്ത പുല്ലിംഗമാണ്. ഇനി ദേവി എന്നുള്ളത് അപ്പം ഈകാരാണ്. ദേവി, ദേവ്യൈ, ദേവ്യൈ, ദേവീഭ്യാം, ദേവീഭ്യ. ഇനി ഭഗിനി, അതും ഇതുപോലെ ഭഗിനി, ഭഗിനി, ഭഗിന്യൈ, ഭഗിനീഭ്യാം, ഭഗിനീഭ്യ. മാതാമഹി, മാതാമഹ്യൈ, മാതാമഹീഭ്യാം, മാതാമഹീഭ്യ. ജനന്യൈ, അതെല്ലാം ഈകാരാണ്. ജനനി എന്നുള്ള ശബ്ദം. ജനന്യൈ, ജനനീഭ്യാം, ജനനീഭ്യ. പൃഥിവി, പൃഥ്വി, അതും ഈകാരാന്തം. പൃഥിവ്യൈ, പൃഥിവീഭ്യാം, പൃഥിവീഭ്യ. നദ്യൈ, നദീ ശബ്ദത്തിൻ്റെ വന്നപ്പം ചതുർത്ഥി എങ്ങനെ വന്നു? നദ്യൈ, നദ്യൈ, നദീഭ്യാം, നദീഭ്യ എന്നാണ് വരുന്നത്. അപ്പോൾ അത് ഇത്രയും തന്നു. ഇനി ഉള്ളത് ബാക്കി കുറച്ചുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.